പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഇന്ന് ചെറിയ പെരുന്നാളാണ്. കേരളത്തിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലും ഇന്നു തന്നെയാണ് പെരുന്നാൾ. ഇന്നലെ മാസപ്പിറവി കണ്ടതോടെയാണ് ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തി കുറിച്ച് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. പുത്തനുടുപ്പുകൾ അണിഞ്ഞ് വിശ്വാസികൾ ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുചേരും. നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് സിനോജ് തോമസും തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ അയ്യലൂരും തത്സമയം ചേരുന്നു. ആദ്യം കോഴിക്കോട് ബീച്ചിലെ ഈദ്ഗാഹിന്റെ വിശേഷങ്ങളിലേക്കാണ്. സിനോജ് ഉണ്ട്. സിനോജ്, ഈദുൽ ഫിത്തർ ആശംസകൾ, പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും നേരുന്നു, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. സിനോജ്, ഗൾഫ് നാടുകളിലും കേരളത്തിലും അപൂർവമായിട്ടാണ് ഇങ്ങനെ പെരുന്നാൾ ഒരേ ദിവസം തന്നെ വരുന്നത്. എങ്ങനെയാണ് കോഴിക്കോട് ഈ പെരുന്നാളിനെ സ്വീകരിക്കുന്നത്, ആഘോഷിക്കുന്നത്? ഒരു മാസത്തിന്റെ വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ പെരുന്നാൾ എത്തുമ്പോൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്, ചൂട് കൂടുന്ന സമയമാണ്, പരീക്ഷയൊക്കെ നിൽക്കുന്ന സമയമാണ്, അതിനിടയിലാണ് പെരുന്നാൾ വരുന്നത്. ഒരുപാട് പേർ ഈദുൽ ഫിത്തറിനായി ബീച്ചിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ സിനോജ്? അനുകുമാർ, സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താണ്. സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ഈദ്ഗാഹ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നൂറുകണക്കിന് വിശ്വാസികൾ ഈ കടപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 7:15 പെരുന്നാൾ നമസ്കാരം ആരംഭിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീർ പി മുജീർ റഹ്മാനാണ് ഇവിടുത്തെ ഈദ് നമസ്കാരത്തിന് ഗാഹിന് നേതൃത്വം നൽകുന്നത്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ രാവിലെ തന്നെ പുത്തനുടുപ്പിട്ട് ഈദ് നമസ്കാരത്തിന് വേണ്ടി ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് കല്ലായി സ്കൂൾ ഗ്രൗണ്ടിലും സമാനമായ രീതിയിൽ ഈദ്ഗാഹ് നടക്കുന്നുണ്ട്. മറ്റ് പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 29 ദിവസത്തെ ഗൾഫിലും കേരളത്തിലും ഒരേ ദിവസം, അത് അപൂർവമായിട്ടാണ് അങ്ങനെ വരാറുള്ളത്. മാസപ്പിറവി 2 സ്ഥലത്തും കണ്ടു. അങ്ങനെ ഒരേ ദിവസം തന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കുന്നു. ഗൾഫിലുള്ള മലയാളികൾക്കും കേരളത്തിലുള്ള ബന്ധുക്കൾക്കൊപ്പം ഒരേ ദിവസം തന്നെ അവർക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കുന്നു. പുത്തനുടുപ്പിട്ട് എല്ലാവരും ഈദ് നമസ്കാരത്തിന് വേണ്ടി പള്ളികളിലേക്കും ഈദ്ഗാഹിന് വേണ്ടി പൊതുസ്ഥലത്തേക്കും ഒത്തുചേരുന്ന സമയങ്ങളാണ്. 7 മണി 7:15 സമയത്താണ് പെരുന്നാൾ നമസ്കാരം എല്ലായിടത്തും നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും കഴിഞ്ഞ 29 ദിവസത്തെ കഠിനമായ വെയിലായിരുന്നു. ആ വ്രതമെടുത്ത് പരസ്പര സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ വിട്ടുവീഴ്ചയുടെ ദിനങ്ങൾ കൂടിയായിരുന്നു. സക്കാത്ത് നൽകി നമ്മുടെ നാടിന് സമാധാനത്തിനും ലോകത്തിന് സമാധാനത്തിനും വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിശ്വാസി സമൂഹം ഈ ചെറിയ പെരുന്നാളിനെ സമീപിച്ചിരിക്കുന്നത്. ഇനിയും മത നേതൃത്വത്തിന്റെ ഒക്കെ തന്നെ പെരുന്നാൾ സന്ദേശമുണ്ടാകും. ഉറപ്പായിട്ടും ഇപ്പോൾ ലോകത്ത് നടക്കുന്ന യുദ്ധത്തെ സംബന്ധിച്ചൊക്കെ തന്നെയുള്ള സന്ദേശം ഈ പെരുന്നാൾ ദിനത്തിൽ നൽകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ പെരുന്നാൾ ഈദ്ഗാഹിന് ശേഷം ഇവർ പരസ്പരം ആലിംഗനം ചെയ്ത് പരസ്പരം വിഷ് ചെയ്ത ശേഷം സ്വന്തം വീടുകളിലേക്ക് മടങ്ങും. അവിടെ ചെന്ന് കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി ബന്ധു വീടുകളിലേക്ക് പോകുന്നു. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ പുറത്തേക്ക് ബീച്ചിലേക്ക് മറ്റ് ടൂറിസം കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇറങ്ങി. കോഴിക്കോട് ബീച്ചിലൊക്കെ തന്നെ അത് പെരുന്നാളിന് പതിവ് കാഴ്ചയാണ്. കുടുംബസമേതം മറ്റ് ജില്ലകളിൽ നിന്ന് കൂടി ആളുകൾ കോഴിക്കോട് ബീച്ചിലേക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എത്തുകയും ചെയ്യും. മരുകുമാർ, കോഴിക്കോട് നിന്നുള്ള വിശേഷങ്ങളാണ് സിനോജ് തോമസ് പങ്കുവച്ചത്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും ഈദ്ഗാഹുണ്ട്. ഈദ്ഗാഹിനായി വിശ്വാസികൾ എത്തിച്ചേരുന്നു. സുനിഷയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സുനിഷ, ഗുഡ് മോർണിംഗ്. ചെറിയ പെരുന്നാൾ ആശംസകൾ. തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്കും വിശ്വാസികൾ എത്തിച്ചേരുകയാണ്. ആരാണ് അവിടെ ഈദ്ഗാഹിന് നേതൃത്വം നൽകുന്നത്? സുനിഷ അയ്യലൂർ. അരുൺ, ആദ്യം തന്നെ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഈ പറഞ്ഞതുപോലെ സ്നേഹത്തിന്റെയും കൂടിച്ചേരലുകളുടെയും ആഘോഷം കൂടിയാണല്ലോ ഈ ചെറിയ പെരുന്നാൾ. അപ്പോൾ ആ ആഘോഷത്തിലേക്ക് നാടെങ്ങും കടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ കാഴ്ചകളാണിതാ. ഈ സ്റ്റേഡിയത്തിലേക്ക് ഇതാ നിരവധി ആളുകൾ ഇങ്ങനെ ഇസ്ലാം മതവിശ്വാസികളായ നിരവധി ആളുകളിൽ പെരുന്നാൾ നമസ്കാരത്തിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1000-ലധികം ആളുകൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. സ്വാഭാവികമായും സംസ്ഥാനത്തൊട്ടാകെ പള്ളികളിലും ഈദ്ഗാഹുകളിലെല്ലാം പെരുന്നാൾ നമസ്കാരം നടക്കുന്ന സമയമാണ്. പ്രത്യേക പ്രാർത്ഥന നടക്കുന്ന സമയമാണ്. പാളയം ഇമാമിന്റെ നേതൃത്വത്തിലാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഈ പ്രാർത്ഥന നടക്കുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെരുന്നാൾ സന്ദേശമായി ഇമാം എന്താണ് നൽകുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം കൂടിയാണ്. ഈ പശ്ചാത്തലത്തിൽ ഏത് തരത്തിലായിരിക്കും ഇമാമിന്റെ സന്ദേശം എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയായിരിക്കാം. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള പ്രാർത്ഥനയും ഐക്യദാർഢ്യവുമാണ് ഈ പെരുന്നാൾ എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞു വയ്ക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് അത്തരത്തിൽ തന്നെ ആയിരിക്കാം പാളയം ഇമാമിന്റെ സന്ദേശവും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഈദ്ഗാഹുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അരുൺ, ഇപ്പോൾ 7:30 പ്രാർത്ഥനയ്ക്കുള്ള പെരുന്നാൾ നമസ്കാരത്തിനുള്ള സമയം. നിരവധി ആളുകൾ ഏതായാലും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ വിവിധ ഭാഗങ്ങൾ, വിവിധ പള്ളികളിലും ഇപ്പോൾ പെരുന്നാൾ നമസ്കാരം നടക്കുകയും ചെയ്യുന്നു.